ഉണരുക വിരവിൽ സിയോൻ സുധയെ ധാരിച്ചു കൊള്ളാമിതബലം. മരുഭൂമി യാത്രയിൽ ഉറങ്ങുകയോ പടിവാതിലിൽ തളരുകയോ. മരുഭൂമി യാത്രയിൽ ഉറങ്ങുകയോ പടിവാതിലിൽ തളരുകയോ. ലോകത്തിൻ താങ്ങുകൾ നീങ്ങുകിലതിൽ നീ ഖേദിക്ക വേണ്ടതെല്ലും. മരുഭൂവിൽ ചാരുവാൻ പ്രിയതമനിൽ തിരുമാർവിടം നിനക്കില്ലയോ. മരുഭൂവിൽ ചാരുവാൻ പ്രിയതമനിൽ തിരുമാർവിടം നിനക്കില്ലയോ. ഉണരുക സഹജേ ഉയർത്തുക ശിരസേ അടുത്തു വീണ്ടെടുപ്പിന്നാൾ. രാജാതിരാജനു രാജ്ഞി നീയാവാൻ ചില നിമിഷം മാത്രം. രാജാതിരാജനു രാജ്ഞി നീയാവാൻ ചില നിമിഷം മാത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. കാൽവറി ക്രൂശിലെ രക്തത്താൽ ജയം. യേശുവിൻ്റെ നാമത്തിൽ വിടുതല. കരുണയുള്ള നാഥ സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങിയുണർന്നെൻ്റെ കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്താൻ ഒരു നല്ല ദിനം കൂടെ തന്നല്ലോ. നന്ദിയപ്പ, നന്ദി. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പൻ്റെ പക്കലാകിയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, അടിയങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയമക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ജീവിത പങ്കാളി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം അവിടുത്തെ ദാനമാപ്പ. നന്ദി, നന്ദി കർത്താവേ, നന്ദി. സ്തോത്രം, സ്തോത്രം. സന്തോഷത്തോടെ നന്ദിയോടെ അവിടുത്തെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, എല്ലാം അവിടുത്തെ കൃപയെ, അവിടുത്തെ ദാനമാണ്. നന്ദി പറയുക, സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസത്തെ ഏൽപ്പിക്കുന്നു. സ്വർഗം അവരെ അനുഗ്രഹിക്കണം, ബുദ്ധിജ്ഞാനവും കൊടുക്കണം, ദൈവകൃപയിൽ വളരണം, പ്രാർത്ഥനയോടെ മുന്നേറണം. അരുതാത്തതിലൊന്നും അകപ്പെട്ടു പോകാൻ സമ്മതിക്കരുതേ കർത്താവേ. അപ്പോൾ ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മക്കൾ, വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്കായിരിക്കുന്നവർ, കർത്താവേ എൻ്റെ ദൈവമേ, BSc നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, അപ്പോൾ OIT IELTS പഠിക്കുന്നവർ, പ്രൊമറ്ററി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്നവർ, കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം, നല്ല മാർക്കോടെ പാസ്സാകണം, നല്ല ഭാവിയിൽ അവർ എത്തിച്ചേരണം. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കർത്താവെ പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. അവരെ സഹായിക്കണേ അപ്പോൾ, അവരെ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വഴികളിൽ എൻ്റെ സ്വർഗം അവരെ എത്തിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, സമാധാനത്തോടെ കാത്തോണേ. ജോലി ചെയ്യുന്ന മക്കളെ ബലപ്പെടുത്തി കൃപയിൽ പൊതിയണമേ. ഞങ്ങളുടെ കൊച്ചു തലമുറകളെ അനുഗ്രഹിക്കണമേ, ദൈവാസത്തെ വളരെ സഹായിക്കണമേ, ബാലപീഠയിൽ നിന്ന് വിടുവിക്കണമേ. എൻ്റെ കർത്താവ്, ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്തേ മതിയാകൂ. കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണം സ്വർഗം ഇടയാക്കിയേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭവനമില്ലാത്ത മക്കളെ ഓർക്കുന്ന, ഭവനം പണിയുന്ന മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ സ്വർഗം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമാറാകണം. എൻ്റെ കർത്താവേ, സ്തോത്രം, സ്തോത്രം. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ട്. ആണും പെണ്ണുമായ മക്കൾക്ക് എൻ്റെ സ്വർഗത്തിലെ ദൈവം നല്ല തുണയെ കൊടുത്ത് മാനിക്കണമേ, സ്വർഗം മാനിക്കണമേ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിക്കുന്ന തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ കർത്താവേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസന്തികയോളം കൂടിയിരിക്കണമേ. ക്ഷീണങ്ങളും അസ്വസ്ഥതകളുമുള്ള കുഞ്ഞുങ്ങളുണ്ടപ്പാ, ജോലി ചെയ്യുന്ന മക്കളാപ്പാ, അവരെ കൺമണി പോലെ സൂക്ഷിച്ചു കൊള്ളണമേ. മാസന്തികയോളം കൂടി ഇരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത തലമുറ നൽകി സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. കടഭാരമുള്ള മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കുവാൻ മനസ്സലിവും കഴിയുമുള്ള എൻ്റെ അപ്പൻ അവിടുന്ന് ആകിയാൽ തൻ്റെ കുഞ്ഞുങ്ങളോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ജപ്തിയുടെ വക്കിലായിരിക്കുന്ന ജീവിതത്തെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവർക്ക് പരിഹാരവുമായി ഇറങ്ങുമാറാകണമേ. പ്രത്യേകിച്ചും കർത്താവേ സ്തോത്രം പ്രാർത്ഥന ചോദിച്ചെൻ്റെ ഓരോ പ്രിയ മക്കളെയും ഏൽപ്പിക്കട്ടെ. കർത്താവേ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന കുടുംബങ്ങളെയൊക്കെ സമർപ്പിക്കുകയാണ്. 3 കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവളും. ഹല്ലേലൂയ കർത്താവേ, പ്രത്യേകിച്ച് നിൻ്റെ മകന് ഐശ്വര്യനാൽ ഭാരപ്പെട്ടിരിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, പല അസ്വസ്ഥത നടുവില സഹായിപ്പാൻ നീ അല്ലാതെ മറ്റാരുമില്ലപ്പാ. അടിയനേൽപ്പിക്കുകയാ. നിൻ്റെ മകനെയും കുടുംബത്തെയും സഹായിക്കണേ. കുഞ്ഞുങ്ങളോട് മനസ്സറിയണമേ. അവർക്ക് വേണ്ടുന്ന ഉയരത്തിൽ ദാനമായി കൊടുക്കണമേ. നിൻ്റെ ദൂതനെ ഇറക്കണമേ. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. സ്വർഗത്തിലെ ദൈവമേ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്നവരെ സമർപ്പിക്കുന്നു. മാനസാന്തരം നൽകണമേ കർത്താവേ. കുടുംബസമാധാനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കണം മുഖാന്തരം ഒരുക്കണമേ. അപ്പോൾ പൊടിപ്പൈതങ്ങളോട് കരയുന്ന മാതാപിതാക്കളോടൊക്കെ മനസ്സലിവ് കാണിക്കണമേ. കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിയും ജീവിതവും കണ്ട് സന്തോഷിപ്പാൻ നീ അവർക്ക് ഭാഗ്യം കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനെന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണം. അപ്പോൾ ആരുടെയും മുൻപിൽ തല ഉനിപ്പാൻ കൈനീട്ടുവാൻ അനുവദിക്കാതെ ഓരോ മക്കൾക്കും വേണ്ടുന്നത് കൊടുത്ത് ദിനം തോറും പോഷിപ്പിക്കുമാറാകണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നതിൻ്റെ സ്വർഗം സഹായിക്കണം. കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കഷ്ടവും നഷ്ടമുണ്ടാകാൻ അനുവദിക്കരുതേ കർത്താവേ. അപ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മകളൊന്നും മറ്റുള്ളവർ വിഴുങ്ങിക്കളയാൻ അനുവദിക്കാതെ സ്വർഗത്തിലെ ദൈവമെല്ലാം മടക്കി കൊടുക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം 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 കർത്താവേ. എല്ലാ വിഷയം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കട്ടെ. അപ്പോൾ ഞങ്ങളുടെ രോഗികളെ തിരുസന്നിധി സമർപ്പിക്കുന്നു നാഥ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, എൻ്റെ കർത്താവേ തൈറോയിഡുള്ളവർ, ആസ്മ രോഗികൾ, അലർജി ഉള്ളവർ, ത്വക്കിന് സംബന്ധമായ രോഗമുള്ളവർ, എൻ്റെ കർത്താവേ ഉറക്കമില്ലാത്തൊരു തലമുടി കൊഴിയുന്നവർ, എൻ്റെ കർത്താവേ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കാഴ്ചയും കേൾവിയുമില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, കർത്താവേ സ്തോത്രം സ്തോത്രം കർത്താവേ. ആസ്മ രോഗികൾ, തൈറോയിഡുള്ളവർ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൈകാൽക്ക് ചലനമില്ലാത്തവർ, കിടക്കയിലായിരിക്കുന്ന മക്കൾ, എൻ്റെ അപ്പാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നാഥ സഹായിക്കണം സഹായിക്കണം. എല്ലാവർക്കും മരുന്നും വൈദ്യനും എൻ്റെ അപ്പൻ്റെ പക്കൽ അതിനുള്ള ഔഷധമുണ്ടല്ലോ. സ്വർഗമേ തൊടുമാറാകണമേ. ഒരു വാക്ക് കൽപ്പിക്കുമാറാകണമേ. തൻ്റെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ. അപ്പാ നീ അവിടുന്ന് തൊട്ടവരും നിന്നെ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല കർത്താവേ. ഓരോ പ്രിയ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് നല്ല വൈദ്യനും മരുന്നും എൻ്റെ അപ്പനകിലെ അതിലെ സുഗന്ധക്കൊഴുമ്പുമായി കടന്നു വരണം. ഉച്ച മുതൽ പാദം വരെ തലോടുമാറാകണം. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കണം. കർത്താവിനെ മഹത്വപ്പെടുത്തണം. മഹത്വമേറിയ സാക്ഷ്യം പറയണം. സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. ഓപ്പറേഷന് തയ്യാറെടുക്കുന്ന മക്കളുണ്ട്. ഹല്ലേലൂയ കർത്താവേ. ഐസിയിലും സിസിയിലും കിടക്കുന്നവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, ഡെലിവറി റൂമിൽ കിടക്കുന്നവരെ ഒക്കെ ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ അപ്പാ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചുറ്റുപാടുകളെ അയൽ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ അപ്പാ. നീ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവേ. സ്തോത്രം. ഭരണകർത്താക്കളെ സമർപ്പിക്കുന്നു. ആത്മാർത്ഥതയുടെ വിശ്വസ്തയോടെയൊക്കെ പരിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. സുശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു കർത്താവിനെ അനുഗ്രഹിക്കണം. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമമാണ്. അത് വളരണം, അത് ഉയരണം. ഹാലലുയ. അനേകര ഹാലലി നാളുകളിൽ എൻ്റെ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണം. ഹാലലു. കർത്താവ് സഹായിക്കണമേ. സ്തോത്രം 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 കർത്താവ്. ഞങ്ങളുടെ യുവതിവാക്കന്മാരെ സമർപ്പിക്കുന്നപ്പാ. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട അനേക കുഞ്ഞുങ്ങൾ, ഫോണിന് അടിമപ്പെട്ട മ്ലേച്ഛമായ ജീവിതം നയിക്കുന്നവർ, എൻ്റെ കർത്താവെ കൂട്ടുകാർക്ക് അടിമപ്പെട്ട ജീവിതങ്ങളൊക്കെ ഉണ്ട് കർത്താവെ. അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. നാഥ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ അപ്പ. ഹരിതാർത്ഥത്തിൽ അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ കർത്താവ്. പൈശാചിൻ്റെ പിടിയിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ താങ്ങിക്കൊള്ളണേ. മാതാപിതാക്കളെ സംരക്ഷിക്കണേ. സ്വർഗം സഹായിക്കണമേ. പലവിധ നീറുന്ന വേദനകളിൽ കൂടി കടന്നു പോകുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണം. സ്വസ്ഥത അനുഭവിച്ച് സന്തോഷം അനുഭവിച്ച് ദൈവകൃപയിൽ മുൻപോട്ട് നീങ്ങുവാൻ ഓരോ മക്കളെയും സഹായിച്ചാട്ടെ. എല്ലാ വിഷയവും പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന അടിയൻ മറന്നാലും മറക്കാത്ത ദൈവം അവിടുന്ന് ഓരോ ജീവിതങ്ങളോടും കരുണ കാണിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം.